നമസ്കാരം. നമ്മുടെ മണിപ്പൂരിൻ്റെ ഭാവി എന്താണ്? എല്ലാ ദിവസവും വാർത്ത വായിക്കുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും ഉള്ളിൽ ഈ ചോദ്യമുണ്ട്. മണിപ്പൂർ എന്നും ഒരു കലാപത്തിൻ്റെ മണ്ണാണ്, അല്ലെങ്കിൽ കലാപത്തിൻ്റെ കാടാണ്, അതുമല്ലെങ്കിൽ കലാപത്തിൻ്റെ മലനിരകളാണ്. നമ്മുടെ അതിർത്തി പ്രദേശത്തെ ഒരു കൊച്ചു സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിൽ ഇന്ത്യയോടൊപ്പം തന്നെ കലാപങ്ങളും തുടങ്ങിയിട്ടുണ്ട്. മണിപ്പൂർ ഇന്ത്യയിൽ ചേർന്നത് തന്നെ അവിടുത്തെ പല ജനവിഭാഗങ്ങൾക്കും ഇഷ്ടമായിട്ടില്ല. അയൽക്കാരായ പലർക്കും ഇഷ്ടമായില്ല. അതിനെ തുടർന്നുണ്ടായ കലാപങ്ങൾ അന്നേ തുടങ്ങിയതാണ്. ആ കലാപങ്ങളുടെ കണക്കിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കുന്നില്ല. പക്ഷേ ദീർഘകാലത്തെ കലാപങ്ങൾക്ക് ശേഷം അവിടെ ഏതാണ്ട് സമാധാനം വന്ന് കഴിഞ്ഞതായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. പക്ഷെ അവിടെ വീണ്ടും ചോരക്കളമായി തീരുന്നത് 2023 മെയ് മാസം 3-ാം തീയതിയായിരുന്നു. എന്തായിരുന്നു കാരണമെന്ന് നമുക്കറിയാം. അത് മണിപ്പൂരിൻ്റെ ഒരു ഭൂമിശാസ്ത്രവും മണിപ്പൂരിൻ്റെ ജനശാസ്ത്രവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. മണിപ്പൂരിൻ്റെ ഭൂപ്രദേശങ്ങളിൽ 10% മാത്രമാണ് താഴ്വരയുള്ളത്. ബാക്കി 90% മലയോരമാണ്, ചെങ്കുത്തായ മലനിരകളാണ്, സമ്പന്നമായ വനങ്ങളാണ്, വിഭവങ്ങൾ നിറഞ്ഞ വനങ്ങളാണ്. അത് 90%. എന്നാൽ ഈ താഴ്വര പ്രദേശത്തെ 10% ഭൂമിയിലാണ് 53% മനുഷ്യർ ജീവിക്കുന്നത്. ബാക്കി 47%മാണ് 90% മലനിരകളിലെ കാടുകളിൽ വസിക്കുന്നത്. അത് തന്നെയാണ് മണിപ്പൂരിൻ്റെ പ്രശ്നം. ഒപ്പം മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ താഴ്വരയിൽ താമസിക്കുന്ന മനുഷ്യർക്കാണ് പുരോഗതി മുഴുവൻ വരുന്നത്. മറ്റൊരു കാരണം, ഈ താഴ്വരയിൽ താമസിക്കുന്ന മനുഷ്യരാണ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തലപ്പത്തും രാഷ്ട്രീയ പാർട്ടികളിൽ ഭൂരിപക്ഷവും. കാരണം ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന 53% താമസിക്കുന്നത് താഴ്വരയിലാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ താഴ്വരയിലാണ് വികസനം മുഴുവൻ, മലയോര മേഖലയിലാണ് വിഭവങ്ങൾ മുഴുവൻ. വിഭവങ്ങൾ ഉള്ളിടത്ത് വികസനമില്ല, വികസനമുള്ളിടത്ത് വിഭവങ്ങളുമില്ല. അതാണ് മണിപ്പൂരിൻ്റെ ചരിത്രപരമായ ഒരു പ്രശ്നം. അവിടെയാണ് 2023 മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്. താഴ്വരയിൽ താമസിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പേര് മെയ്ത്തികൾ എന്നാണ്. ഈ മെയ്ത്തി വിഭാഗം വിശ്വാസപരമായി ഹിന്ദുക്കളാണ്. മലയോരത്ത് താമസിക്കുന്നവരൊക്കെ 2-3 വിഭാഗക്കാരാണ്. കുക്കികൾ, സുവോകൾ, നാഗന്മാർ എന്നൊക്കെ പറയും. അവരൊക്കെ തന്നെ ഗോത്രവർഗങ്ങളുമാണ്. മെയ്ത്തികൾക്ക് ഗോത്രവർഗത്തിൻ്റെ സംരക്ഷണമില്ല, ഗിരിവർഗക്കാരല്ല. എന്നാൽ കുക്കികൾക്കും സുവോകൾക്കും നാഗന്മാർക്കും അതുണ്ട്. അവർക്ക് അതിൻ്റേതായ സംരക്ഷണം കിട്ടുന്നുണ്ട്. അവർക്ക് ഗിരിമേഖലയിൽ അല്ലെങ്കിൽ പർവ്വത മേഖലയിൽ, കാട്ടിനുള്ളിൽ ഒക്കെ വലിയ സൗകര്യങ്ങളുണ്ട്. അവർക്ക് ഭൂമി വാങ്ങാനും സ്വന്തമാക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. ആ അവസ്ഥയിലാണ് 2023 മെയ് മാസത്തിൽ ഇംഫാലിലെ ഹൈക്കോടതിയിൽ, മണിപ്പൂരിൻ്റെ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ വന്നു. എന്താണ്, മെയ്ത്തികളെ കൂടി ഗോത്രവർഗക്കാരായി പരിഗണിച്ചൂടെ എന്നൊരു ചോദ്യം. എന്താ പരിഗണിച്ചൂടെ എന്ന ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതിയും ചോദിക്കേണ്ട താമസം കലാപം ഉണ്ടായി. മെയ്ത്തികൾക്ക് വേണ്ടി ഹൈക്കോടതി അങ്ങനെ അഭിപ്രായം പറഞ്ഞതുപോലും ക്ഷമിക്കാനാവാതെ കുക്കികൾ കലാപം തുടങ്ങി. കുക്കികളുടെ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷവും തീവ്രവാദ ഗ്രൂപ്പുകളാണ്. എല്ലാവർക്കും ആയുധങ്ങൾ കിട്ടുന്നുണ്ട്. എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന ചോദ്യത്തിനൊന്നും ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഉത്തരമില്ല. ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആയുധങ്ങൾ കിട്ടുന്നുണ്ട്. പുറമേ പല രാജ്യങ്ങളും, മ്യാൻമർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. ചൈനയുടെ സഹായം കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും മണിപ്പൂരിലെ ഈ ഗ്രൂപ്പുകൾ, വേറൊരു പ്രത്യേകത, ഈ കുക്കി സുവോ ഗ്രൂപ്പുകളൊക്കെ തന്നെ വിശ്വാസപരമായി ക്രിസ്ത്യാനികളുമാണ്. മീത്തികൾ വിശ്വാസപരമായി ഹിന്ദുക്കളാണ്, കുക്കികൾ ക്രിസ്ത്യാനികളുമാണ്. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഗോത്രവർഗ പദവി കൊടുക്കാമെങ്കിൽ ഹിന്ദുക്കളായ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഹിന്ദുത്വ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് ഗോത്രവർഗത്തിൻ്റെ അവകാശം തന്നൂടെ, സംവരണം തന്നൂടെ എന്നാണ് ചോദ്യം. കലാപം തുടങ്ങി. കണ്ടടത്ത് വെച്ച് അടിയും ഇടിയും വെടിയും മാരകായുധങ്ങളുമായി ഏറ്റുമുട്ടി. കണ്ടവനെ മുഴുവൻ, ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന ആളുകളെ മുഴുവൻ കൊല്ലാൻ തുടങ്ങി. വലിയ കൊള്ളിവെപ്പുകൾ നടന്നു. ഏറ്റവും ഒടുവിലത്തെ കണക്ക് 2 കൊല്ലം പൂർത്തിയാകുമ്പോൾ 2023 മെയ് മാസം 3 മുതൽ 2025 മെയ് മാസം 3 വരെയുള്ള ഒരു കണക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരിക്കലും ഒരു ഗവൺമെൻറ്റും കലാപത്തിൻ്റെ ശരിയായ കണക്ക് പറയാറില്ല. വന്ന കണക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ഇങ്ങനെയാണ്. ഏതാണ്ട് 250 പേര് ഒരൊറ്റ സംസ്ഥാനത്ത്, കൊച്ചു സംസ്ഥാനത്ത് പരസ്പരം വെട്ടിയും വെടിവെച്ചും കൊല്ലപ്പെട്ടിരിക്കുന്നു. 60,000 പേര് വീട് വിട്ടുപോയി, പലായനം ചെയ്തു, നാട് വിട്ടിരിക്കുന്നു.
ഏതാണ്ട് 5000 മാത്രം തീവെപ്പ് കേസുകൾ ആലോചിച്ച് നോക്കൂ. തീവെപ്പ് കേസുകൾ മാത്രം, വീടിന് തീ കൊളുത്തിയിട്ട് ആളുകളെ കൊന്നതിൻ്റെയും ആളുകളെ ഓടിച്ചതിൻ്റെയും കണക്ക് മാത്രം. വീടുകൾക്കും കടകൾക്കും ഒക്കെ കൊള്ളിവെപ്പ്, അത് മാത്രം 5000 കേസുകൾ. ഇതാണ് മണിപ്പൂരിൻ്റെ സിറ്റുവേഷൻ. മണിപ്പൂരിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ മലയോരവും താഴ്വാരവും 2 ദേശങ്ങളെ പോലെയാണ്, ശത്രു രാജ്യങ്ങളാണ്. മലയോരത്ത് നിന്ന് ആരെങ്കിലും താഴ്വാരത്ത് നിന്ന് ആരെങ്കിലും മലയോരത്ത് കണ്ടാൽ അവനെ ശത്രുവായി പരിഗണിക്കും. മലയോരത്ത് നിന്ന് ആരെങ്കിലും താഴ്വാരത്ത് ഇറങ്ങിയാൽ ശത്രുവായി കാണും. ഈ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈവേയിലൂടെ യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ 2 കൊല്ലമായി, കലാപം തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ട് ഇന്നോളം പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിലേക്ക് ചെല്ലാൻ സുരക്ഷാ സേന അനുവദിച്ചിട്ടില്ല. കാരണം അത്രമേൽ അരക്ഷിതമാണ് മണിപ്പൂർ എന്ന് വന്നിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി പലപ്പോഴും ചെന്ന കാലത്തൊക്കെ തന്നെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ കുറിച്ച് ജനങ്ങൾക്ക് വലിയ പരാതി ഉണ്ടായി. അത് മറ്റൊന്നുകൊണ്ടുമല്ല. എന്തായിരുന്നു പരാതി? മണിപ്പൂരിലെ നിയമസഭയിൽ 60 സീറ്റാണുള്ളത്. 60 അംഗങ്ങളുള്ള നിയമസഭയിൽ 30 സീറ്റുള്ളയാൾക്ക് ഭരിക്കാം. മണിപ്പൂരിലെ നിയമസഭയിൽ 37 സീറ്റ് നേടി BJP ഒന്നാം കക്ഷിയായി വന്നു. BJPക്ക് തീർച്ചയായിട്ടും ഭരിക്കാം. BJPയുടെ മുഖ്യമന്ത്രി 37 എം എൽ എമാരുടെ നേതാവ് ആണ് ബിരേൻ സിംഗ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി. പക്ഷേ അപകടം അവിടെയല്ല. BJPയുടെ 37 MLA-മാരിൽ 30 പേരും മെയ്റ്റികളാണ്, എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്. ബാക്കി 7 പേര് മാത്രമാണ് കുക്കി സുവോ വിഭാഗത്തിലുള്ളത്. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും മീറ്റികളുടെ നേതാവാണ്, അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. കലാപത്തിൽ അദ്ദേഹം കക്ഷി ചേർന്നു എന്ന ആരോപണമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായി വലിയ കലാപമുണ്ടായി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലതവണ ചെന്നിട്ടും ഒരു തരത്തിലും പരിഹരിക്കാനാവാതെ മണിപ്പൂരിൻ്റെ കലാപം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പണി മുഖ്യമന്ത്രിയോട് രാജിവെച്ച് പോകാൻ പറഞ്ഞു. ബിരേൻ സിംഗ് രാജിവെച്ചു. ബിരേൻ സിംഗ് രാജിവെച്ചാൽ ആ മുഖ്യമന്ത്രി മാത്രമല്ലേ പോകേണ്ടതുള്ളൂ. ആ പാർട്ടിയിൽ നിന്ന് മറ്റൊരു മുഖ്യമന്ത്രി, എല്ലാവർക്കും സമ്മതനായ ഒരാളെ കണ്ടെത്താമല്ലോ. അത് സാധിച്ചില്ല. ഒന്നുകിൽ ബിരേൻ സിംഗിൻ്റെ അനുയായികൾ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. പിന്നെ BJPക്ക് ചെയ്യാവുന്നൊരു പണി നിയമസഭ പിരിച്ചുവിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയാണ്. പക്ഷേ നിയമസഭ പിരിച്ചുവിട്ടില്ല. നിയമസഭ നിലനിർത്തിക്കൊണ്ട് മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്ലല്ലോ നാട് ഭരിക്കുക. തീർച്ചയായിട്ടും രാഷ്ട്രപതിക്ക് വേണ്ടി നാട് ഭരിക്കുന്നത് ഗവർണറാണ്. ഇപ്പോൾ മണിപ്പൂർ ഭരിക്കുന്നത്, മുഖ്യമന്ത്രിയില്ലാത്ത മന്ത്രിസഭയില്ലാത്ത മണിപ്പൂർ ഭരിക്കുന്നത് അജയ് കുമാർ ഭല്ല എന്ന ഗവർണറാണ്. ഗവർണറുടെ ഭരണത്തിലാണ് നടന്നു പോകുന്നത്. പക്ഷേ ഗവർണർ ഭരണം വന്നതുകൊണ്ടും മുഖ്യമന്ത്രി രാജിവെച്ചതുകൊണ്ടും മണിപ്പൂരിൽ സമാധാനം മാത്രം വന്നില്ല. മണിപ്പൂർ ഇപ്പോഴും 2 ദേശങ്ങളായി പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം, ഈ കഴിഞ്ഞ മെയ് 20-ാം തീയതി മുഖ്യമന്ത്രി രാജിവെച്ച് പ്രസിഡന്റ് ഭരണം വന്നു കഴിഞ്ഞിട്ടും ഈ കഴിഞ്ഞ 20-ാം തീയതി, മെയ് 20-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. മെയ് 20-ാം തീയതി മണിപ്പൂരിലെ മലയോരത്തിൽ പ്രധാനപ്പെട്ട ഉത്സവം നടക്കുകയാണ്. പൂക്കളുടെ ഉത്സവമാണ്. ഷിരോയ് ലില്ലി ഫെസ്റ്റിവൽ എന്നാണ് എൻ്റെ പേര്. ഷിരോയ് ലില്ലി ഫെസ്റ്റിവൽ. അത് ദേശീയമായ ആഘോഷമാണ്. അത് കാണാൻ മാധ്യമപ്രവർത്തകരെല്ലാവരും കൂടി ഇംഫാലിൽ നിന്ന് പുറപ്പെട്ടു. മലയോര ഹൈവേയിലൂടെ പോയിട്ട് മലയോരത്തെ ഈ ഉത്സവ പ്രദേശങ്ങൾ മുഴുവൻ കണ്ട് മാധ്യമപ്രവർത്തകരെ പറഞ്ഞയക്കാൻ ഗവർണർ പ്രത്യേകം ഏർപ്പാടാക്കിയ ഒരു വാഹനം മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും പോയി സൗജന്യമായിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്യാൻ, മണിപ്പൂരിൽ സമാധാനം വന്നിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ ഗവർണർ കണ്ടെത്തിയൊരു വഴിയാണ്. പക്ഷേ അത്ഭുതകരമായൊരു കാര്യം, ആ വണ്ടി മലയോരത്തൊക്കെ പോയി വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ആ വണ്ടി മലയോരത്തൊക്കെ ഓടിച്ച് ഷിരൂയിൽ ലില്ലി ഫെസ്റ്റിവലൊക്കെ കണ്ട് തിരിച്ചു വന്നെങ്കിലും അതിനിടയിലുണ്ടായ ഒരു സംഭവം, ആ മലയോര മേഖലകളിലേക്ക് ആ ബസ് കടക്കാൻ നേരത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ആ ബസ്സിൻ്റെ പുറത്ത് വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിരുന്ന ബോർഡ് മാറ്റണം. എന്തായിരുന്നു ബോർഡ്? മണിപ്പൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എന്നായിരുന്നു ബോർഡ്. മണിപ്പൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സാണത്. ആ ബോർഡ് മായ്ച്ചു കളഞ്ഞിട്ട് അതിൻ്റെ മേൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഈ ബസ് ആരുടെ ബസ്സാണ് എന്ന് പോലും അറിയാതെ വേണം പോകാൻ എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചു. കാരണം മണിപ്പൂർ സ്റ്റേറ്റ് എന്നൊരു സ്റ്റേറ്റിനെ അംഗീകരിക്കാത്തവരാണ് ഇനി അങ്ങോട്ട് ഈ വണ്ടി പോകുന്ന മലയോര പ്രദേശത്തുള്ളവർ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൻ്റെ ശത്രുക്കൾ തന്നെയാണ് മണിപ്പൂരിനകത്തെ വലിയൊരു പ്രദേശത്ത് ജീവിക്കുന്നവർ എന്നർത്ഥം. അതുകൊണ്ട് ആ ബസ്സിൻ്റെ ബോർഡ് മായ്ച്ചു കളഞ്ഞതിൽ, മറച്ചു വെച്ചതിൽ വലിയ പ്രതിഷേധമുണ്ടായി. വലിയ രൂക്ഷമായ പ്രതിഷേധമുണ്ടായി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗവർണർക്കെതിരായി. ഗവർണർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായി പിന്നീടുള്ള പ്രധാനപ്പെട്ട കലാപം.
കലാപകാരികൾ ഉന്നയിച്ചത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഗവർണർ പരസ്യമായി മാപ്പ് പറയണം. മണിപ്പൂരിൻ്റെ പേര് മറച്ചു വെച്ചിട്ട് മണിപ്പൂർ സംസ്ഥാനത്ത് കൂടെ ഒരു വാഹനം ഓടിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതും ഗവർണർ ഏർപ്പാടാക്കിയ വണ്ടി. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഗവർണർ മാപ്പ് പറയണം. ഒന്ന്. രണ്ട്, സംസ്ഥാനത്തെ 3 മുതിർന്ന ഏറ്റവും തലയെടുപ്പുള്ള 3 ഉദ്യോഗസ്ഥന്മാർ രാജിവെക്കണം. ഒന്ന്, ചീഫ് സെക്രട്ടറി രാജിവെക്കണം. 2, DGP പോലീസ് തലവൻ രാജിവെക്കണം. 3, ഈ ബോർഡ് മറക്കാൻ തീരുമാനിച്ച സെക്യൂരിറ്റി അഡ്വൈസറും രാജിവെക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇതാണ് മെയ് 20-ന് ശേഷം അവിടെ ഉണ്ടായ ഒരു പ്രതിഭാസം. അതേസമയത്ത് അതിന് ശേഷം നടന്നൊരു കാര്യം, അങ്ങനെ വന്നപ്പോൾ ഗവർണറും സ്വീകാര്യമല്ല, രാഷ്ട്രപതി ഭരണം സ്വീകാര്യമല്ല. കേന്ദ്രം BJP ഭരിക്കുന്ന സമയത്ത് മണിപ്പൂരും BJP ആണ് ഭരിക്കുന്നത്. അതിനാണല്ലോ 2 ടയർ സംവിധാനം എന്ന് പറയുക. ആ സംവിധാനം പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് രാഷ്ട്രപതി ഭരണം വന്നു. കേന്ദ്രം നേരിട്ട് ഭരിക്കാൻ തുടങ്ങി എന്നാണല്ലോ, ഗവർണർ ഭരിക്കാൻ തുടങ്ങി. അതും പരാജയപ്പെട്ടു. ഇനി എന്താണ് വഴി എന്ന് മണിപ്പൂരുകാർ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത. ഈ കഴിഞ്ഞ 29-ാം തീയതി, മെയ് 29-ാം തീയതി, കഴിഞ്ഞ 2-3 ദിവസം സംഭവബഹുലമാണ് മണിപ്പൂരിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിൽ. മെയ് 29-ാം തീയതി രാജ്ഭവനിലെ ഗവർണറെ കാണാൻ NDAയുടെ 10 MLA-മാർ ചെന്നു. എന്നുവെച്ചാൽ BJPയുടെയും BJPയെ സഹായിക്കുന്നവരുമായ, BJP മാത്രമല്ല ഭരിക്കുന്നത്, BJPയുടെ 37 MLA-മാരുടെ കൂടെ ആ മുന്നണിയെ സഹായിക്കുന്ന 2 നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്നത് പഴയ PA സംഗ്മയുടെ പാർട്ടിയാണ്. മേഘാലയക്കാരനായ PA സംഗ്മ, അദ്ദേഹത്തിൻ്റെ പുത്രൻ കോൺറാഡ് സംഗ്മയാണ് ഇപ്പോൾ മേഘാലയയുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മണിപ്പൂരിലും MLA-മാരുണ്ട്, 2 MLA-മാരുണ്ട്. അവരും ഒരു സ്വതന്ത്രനും ഉൾപ്പെടെ 10 MLA-മാർ, BJPയിൽ നിന്നും ഒക്കെയുള്ള 10 MLA-മാർ ചേർന്നിട്ട് മെയ് 29-ാം തീയതി ചെന്ന് രാജ്ഭവനിൽ ചെന്ന് ഗവർണറെ കണ്ടിട്ട് പറഞ്ഞു, ഒരു പോപ്പുലർ ഗവൺമെൻറ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രിയ സർക്കാർ, ജനങ്ങളെ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുന്ന ഒരു സർക്കാർ ഉണ്ടാകണം. മേത്തികൾക്ക് മാത്രമല്ല, കലാപങ്ങളിൽ പക്ഷം ചേരാതെ ആരോടും വിവേചനം കാണിക്കാത്തൊരു സർക്കാർ ഉണ്ടാകണം എന്ന് 10 NDA MLA-മാർ മെയ് 29-ന് ഗവർണറെ ചെന്ന് കണ്ട് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഉണർന്നു. മെയ് 30-ാം തീയതി ആദ്യം ചെന്നത് 10 MLA-മാരാണെങ്കിൽ മെയ് 30-ാം തീയതി കുറെ കൂടി വലിയൊരു സംഘം MLA-മാർ ഇംഫാലിൽ ചെന്നിട്ട് 28 BJP MLA-മാർ, BJPക്ക് മാത്രം ഞാൻ പറഞ്ഞു 37 MLA-മാരുണ്ട് BJPക്ക്, അവരിൽ 28 BJP MLA-മാർ പ്രത്യേകമായിട്ട് യോഗം ചേർന്നു. ഇംഫാലിൽ ഒരു പ്രത്യേക യോഗം ചേർന്നു. മുൻ മന്ത്രി, കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന തൊങ്കം വിശ്വജിത്തിൻ്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു ആ യോഗം. അവർ പറഞ്ഞു, മണിപ്പൂർ അസംബ്ലിയിൽ 60 പേരാണുള്ളത്, അതിൽ 37 BJP MLA-മാരുണ്ട്, മറ്റുള്ളവരും സഹകരിക്കാൻ തയ്യാറാണ്, ഒരു മന്ത്രിസഭ, ഒരു ജനപ്രിയ മന്ത്രിസഭ ഉണ്ടാക്കണം എന്ന് ആ യോഗവും ആവശ്യപ്പെട്ടു. അതാണ് മെയ് 30-ാം തീയതി. പിന്നീട് മെയ് 31-ാം തീയതി, തൊട്ടടുത്ത ദിവസം, ഇന്നലെ അതിൻ്റെ പിറ്റേന്നുള്ള ദിവസം 15 MLA-മാർ ചേർന്നിട്ട് രാഷ്ട്രീയമായ നേതൃത്വം എന്ന നിലയിൽ സ്റ്റേറ്റ് BJP പ്രസിഡന്റിനെ കണ്ടു. മണിപ്പൂർ സ്റ്റേറ്റ് BJP പ്രസിഡന്റ് ഒരു ശാരദാദേവിയാണ്, ശാരദാദേവിയെ കണ്ടിട്ട് 15 MLA-മാർ ആവശ്യപ്പെട്ടു, അടിയന്തരമായിട്ട് ഇതാ ജനങ്ങൾ ആവശ്യപ്പെടുന്നു, ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നു, മണിപ്പൂരിൽ ഗവർണർ ഭരണം പരാജയമാണ്, അതുകൊണ്ട് അടിയന്തരമായി മന്ത്രിസഭയല്ലേ ഇല്ലാത്തതുള്ളൂ, മന്ത്രിസഭ ഉണ്ടാക്കണം, ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ഭരിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവണം, അതിനുവേണ്ടി BJP മുൻകൈയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ 15 MLA-മാർ ചേർന്നു. ശാരദാദേവി മാത്രമല്ല ആ യോഗത്തിലുണ്ടായിരുന്നു, BJPയുടെ മണിപ്പൂരിലെ മറ്റു ഭാരവാഹികളും ഒക്കെ ആ യോഗത്തിൽ പങ്കെടുത്തു. അവരെല്ലാവരും കൂടി തീരുമാനമെടുത്തു, അടിയന്തരമായി കേന്ദ്ര നേതൃത്വത്തെ കണ്ട് കാര്യങ്ങൾ അറിയിക്കാം, മണിപ്പൂരിൽ ഒരു മന്ത്രിസഭ, തീർച്ചയായിട്ടും ഒരു ജനകീയ സർക്കാർ രൂപീകരിക്കാൻ മുൻകൈ എടുക്കണമെന്ന്, അതിനുവേണ്ടി താല്പര്യമെടുക്കണം, അതിനുവേണ്ടി നിർദ്ദേശം നൽകണം, അതിന് അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണിപ്പൂർ BJP കേന്ദ്ര BJP നേതൃത്വത്തെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നലെ വരെയുള്ള വാർത്ത. ഇനിയുള്ള സംഭവവികാസങ്ങൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമ്മൾ അറിയുമായിരിക്കും. തീർച്ചയായിട്ടും മണിപ്പൂരിൽ ഒരു ജനപ്രിയ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നും അവർക്കെങ്കിലും
മണിപ്പൂരിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ, സമാധാനം പുലർന്നു കാണാൻ, അവിടുത്തെ ചോരച്ചാലുകൾ ഒന്ന് ഉണങ്ങിക്കാണാൻ, മണിപ്പൂരിൻ്റെ ശത്രുക്കൾ മണിപ്പൂരികൾ തന്നെ ആവാത്ത ഒരവസ്ഥയുണ്ടാവാൻ, മണിപ്പൂർ 2 രാജ്യങ്ങളായി ശത്രു രാജ്യങ്ങളെപ്പോലെ പൊരുതുന്നത് കാണുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം ഒഴിവാക്കാൻ അതിവേഗം സാധിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.